നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റർവ്യൂസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട്സ് യുവർ സാലറി എക്സ്പെക്ടേഷൻ. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് കറക്റ്റായിട്ട് ആൻസർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് നെഗറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ്. അപ്പോൾ നിങ്ങളൊരു സ്പെസിഫിക് ഒരു സാലറി നമ്പർ അല്ലെങ്കിൽ സാലറി ഫിഗർ കൊടുക്കാതിരിക്കുക. അതല്ലാതെ ഒരു സാലറി റേഞ്ച് പറയുക. ലൈക്ക് ഫോർ എക്സാമ്പിൾ 15 lakhs to 18 lakhs ആനുവൽ CTC. കാരണം ചിലപ്പോൾ ഒരു സ്പെസിഫിക് ഒരു നമ്പർ കൊടുത്താൽ ചിലപ്പോൾ അത് ലോ ആയി പോകാനുള്ള ചാൻസസും ഉണ്ട്. ചില കമ്പനീസ് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ജോബ് റോളിന് നിങ്ങൾ പറയുന്ന സാലറിയെക്കാളും ചിലപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നിങ്ങളുടെ ഒരു ചാൻസ് അവിടെ നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന സ്പെസിഫിക് ഒരു സാലറി നമ്പർ ചിലപ്പോൾ ഒത്തിരി ഹൈ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിക്കും. സോ നിങ്ങളൊരു മാർക്കറ്റ് സ്റ്റഡി, ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തിയിട്ട് ഒരു മാർക്കറ്റിൽ എത്രയാണ് ഒരു ആവറേജ് സാലറി എന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒരു റേഞ്ച് പറയുന്നതായിരിക്കും ബെറ്റർ. അതിന് വേണ്ടിയിട്ട് ഒത്തിരി ടൂൾസ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഒരു ടൂളാണ് ലിങ്ക്ഡിൻ സാലറി ടൂൾ. അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ജോബ് റോളിന് ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ എത്രയാണ് ഒരു ആവറേജ് സാലറി ഓഫർ ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഈ റേഞ്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ റീസെന്റ് അക്കംപ്ലിഷ്മെന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ റീസെന്റ് ആയിട്ട് പഠിച്ചെടുത്ത അഡീഷണൽ സ്കിൽസ് അതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിൽ ഒരു ടോപ്പ് എൻഡ് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം.